ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിൽ നമ്മുടെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മളിന്ന് പാർട്ട് 2ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട്, അതായത് നമ്മുടെ മലയാളത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2ാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഇനി ചെയ്യാൻ പോകുന്നത്, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ 7ാമത്തെ പാഠം മണിയൻ്റെ യാത്ര എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ആ പാഠമാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ക്ലാസ്സുകളാണ് വേണ്ടതെന്ന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പാഠം 7 മണിയൻ്റെ യാത്ര, പേജ് നമ്പർ 88, അതായത് നമ്മുടെ പാർട്ട് 2ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 7ാമത്തെ പാഠം മണിയൻ്റെ യാത്ര. അപ്പൊ ആരാണ് മണിയൻ? നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇതിൽ ആരായിരിക്കും മണിയൻ? കഥാപാത്രം ആരാ? അതെ, ഈ കാണുന്ന സൈക്കിൾ കണ്ടില്ലേ? ഈ സൈക്കിളിനെ, ഈ സൈക്കിളാണ് മണിയൻ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മണിയൻ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് എന്നൊക്കെ നോക്കാം. ആദ്യം പാഠം വായിക്കാം. മണിയന്റെ യാത്ര. നിം 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 നിം. മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി. ആഹാ, നല്ല രസം. തോട്ടിൻകരയിലൂടെ മണിയൻ ഓടി. തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചു. പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മുന്നോട്ട് ഓടി. വഴിയിലൂടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മണിയൻ സൈക്കിൾ മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു. അപ്പൊ മണിയൻ പോവാണല്ലേ. ആരാ മണിയൻ? സൈക്കിളാണ് അല്ലേ. ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത്? ആരൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചത് അല്ലേ? ആരൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചത്? പാഠം വായിച്ചെനിക്ക് എന്ത് മനസ്സിലായി? ആരൊക്കെയാണ്? തോട്ടിൻകരയിലൂടെ പോയപ്പോൾ ആരാണ്? പരൽമീനുകൾ അല്ലേ. പരൽമീനുകൾ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. പിന്നെയോ പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ എന്ത് ചെയ്തു? മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരമാണ് പറയണത്. പിന്നെയോ മണിയൻ സൈക്കിൾ മണിയടിച്ച് മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിലൂടെ ഈ വശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. ഓക്കെ, അടുത്ത പേജ്. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. മണിയൻ വശത്തേക്ക് മാറി നിന്നു. മാനത്തേക്ക് നോക്കി. കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം. മണിയൻ യാത്ര തുടർന്നു. മുന്നോട്ട് പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി. ഓടി മണിയൻ പട്ടണത്തിലെത്തി. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ. ഹായ്, എന്തു രസം! ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണ് അവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ സൈക്കിളിന്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ. കാറും ബസ്സും റിക്ഷാ വണ്ടിയും ആകെ റോട്ടിൽ പൊടിപൂരം. 100 കണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോട്ടിൽ നെട്ടോട്ടം. മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാവാം? ചോദ്യമാണ്. ഏതൊക്കെയാവാം മണിയൻ കണ്ട വാഹനങ്ങൾ? കാറ്, ബസ്, സ്കൂട്ടർ, റിക്ഷ വണ്ടി, വാൻ, ലോറി, തീവണ്ടി, എന്തൊക്കെയായിരിക്കും നമ്മുടെ റോഡിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയായിരിക്കും? അതൊക്കെ എഴുതുക കേട്ടോ. പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം, എഴുതാം. എന്തൊക്കെയാണ് മണിയൻ കണ്ട കാഴ്ചകൾ? മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന, പട്ടണത്തിൽ കണ്ട കാഴ്ചകളാണ്. ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ, ആളുകളുടെ തിക്കും തിരക്കും. മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ മണിയൻ കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഭാഗം എന്ത് ചെയ്യുക? ചിത്രമായിട്ട് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പാഠം കണ്ടിന്യൂ ചെയ്യാം. ഹോ, എന്തൊരു തിരക്ക്! 4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം. മുന്നിൽ ട്രാഫിക് സിഗ്നൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, റോഡിൽ ട്രാഫിക് സിഗ്നൽ. അപ്പൊ ഇതിൽ ഏത് ലൈറ്റ് കത്തുമ്പോഴാണ് വണ്ടികൾ നിർത്തുക? നിർത്തുന്നത് ഏത് ലൈറ്റ് കത്തുമ്പോഴാ? ചുവപ്പ് നിറം അല്ലേ. സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം. തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി. പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ടോടി. ഇവിടെ ഒരു 4 വരി പാട്ടാണ്. ചുവപ്പ് വെളിച്ചം കത്തുന്നു, വണ്ടികളെല്ലാം നിർത്തുന്നു. മഞ്ഞ വെളിച്ചം കത്തുന്നു, വണ്ടികൾ തയ്യാറാകുന്നു. പച്ച വെളിച്ചം കത്തുന്നു, വണ്ടികൾ മുന്നോട്ടോടുന്നു. റോഡിനു കുറുകെ വെളുത്ത വരകൾ.
അതിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നു. അതാണ് സീബ്ര ലൈൻ അല്ലേ. അതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റോഡ് മുറിച്ചു കടക്കാൻ. സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ? ചുവപ്പ് വെളിച്ചം തെളിയുമ്പോൾ വാഹനങ്ങൾ നിർത്തണം, മഞ്ഞ വെളിച്ചം തെളിയുമ്പോൾ വാഹനങ്ങൾ മുന്നോട്ടെടുക്കാൻ തയ്യാറാവണം, പച്ച വെളിച്ചം തെളിയുമ്പോൾ വാഹനങ്ങൾ മുന്നോട്ടെടുക്കണം. മണിയൻ യാത്ര തുടർന്നു. പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചുപോയി. ഷോ, എന്തൊരു പുക! എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ? അല്ല അല്ലെ. മണിയന് സംശയമായി. കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിലും നേരെ പാഞ്ഞു വന്നു. അയ്യോ, അവർ നിലവിളിച്ചു. തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക്! അപ്പൊ ഇവിടെ വീണ്ടും ഒരു 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പേജ് നമ്പർ 93. പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? എല്ലാ വാഹനങ്ങൾക്കും പുകയുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ്? സൈക്കിൾ, ഇലക്ട്രിക് വാഹനങ്ങളിലൊന്നും പുകയുണ്ടാവില്ല. ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു? ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനെയും സൈക്കിളിനെയും പാഞ്ഞു വന്ന ലോറി ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാകും. മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാനാണ് അടുത്ത ചോദ്യം കേട്ടോ. മണിയൻ കണ്ട കാഴ്ചകൾ ക്ലാസ്സിൽ അഭിനയിച്ച് പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് നിം നിം നിം. മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ചികിടടുപ്പിക്കുന്ന ഹോൺ ശബ്ദം. ഷോ, മടുത്തു. മണിയൻ സൈക്കിൾ മടക്കയാത്ര ആരംഭിച്ചു. ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി. ഹാവു, ആശ്വാസമായി. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ മണിയൻ തിരിച്ച് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലോട്ട് എത്തിയില്ലേ. അപ്പൊ ഇവിടെ ചോദ്യം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ. വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം? പെട്രോള്, ഡീസല്, ഗ്യാസിലെ CNG, LPG എന്നൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെയാണ് ഇന്ധനങ്ങൾ. വാഹനത്തിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങളാണ് കേട്ടോ. ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ ഉണ്ടോ? ഉണ്ട്. അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം. ഇന്ധനം, അതായത് ഈ പറഞ്ഞ പോലെ പെട്രോൾ, ഡീസൽ ഒന്നും ഇല്ലാണ്ട് ഓടാൻ പറ്റുന്ന വാഹനങ്ങൾ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? അതായത് നമുക്ക് സൈക്കിൾ എഴുതാം അല്ലെ. പിന്നെന്താ, സൈക്കിൾ, റിക്ഷ, അതുപോലെ കാളവണ്ടി. ഇതിനൊന്നും എന്താവശ്യമില്ല? ഇന്ധനം ആവശ്യമില്ല. അടുത്തത് ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം. ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട്. ഈ 2 ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നാമത്തെ ചിത്രത്തിൽ എന്തുണ്ട്? ഓടിക്കുന്ന ആൾ മാത്രം, 2 ഇരുചക്ര വാഹനമാണ്. അതിൽ ഓടിക്കുന്ന ആൾ മാത്രം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഏറ്റവും പുറകിലായിട്ട് കുട്ടീനെ ഇരുത്തിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ഇതുപോലെ വാഹനത്തിൽ, ഇരുചക്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ്റെ കൂടെ അമ്മൻ്റെ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റാണ് അല്ലെ. ഒന്നാമത് ഇരുചക്ര വാഹനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? 2 പേരിൽ കൂടുതൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരൊക്കെയാണ് കുട്ടി ഉണ്ടെങ്കിൽ തന്നെ കുട്ടീനെ എന്ത് ചെയ്യണം? നടുക്കിലായിട്ട് ഇരുത്തണം അല്ലെ. അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം അല്ലെ. അതുപോലെ രണ്ടാമത്തെ ചിത്രം നോക്കൂ. കാറിലാണ് പോകുന്നത്, പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ല? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അല്ലെ. അപ്പൊ അത് ശരിയാണോ? സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് നമ്മുടെ കാർ പോലെയുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് ശരിയാണോ? അതും ശരിയല്ല. അപകടങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും? വലിയ പരിക്കുകളാവും, മരണം വരെ കാരണമാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് ആദ്യം എഴുതാം. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയല്ല. ആദ്യത്തെ ചിത്രത്തിൽ ഇരുചക്ര വാഹനത്തിൽ 3 പേർ യാത്ര ചെയ്യുന്നു. ആ വാഹനത്തിന്റെ പേര് തന്നെ എന്താണ്? ഇരുചക്ര വാഹനം, അതായത് 2 ചക്രമുള്ള വണ്ടിയാണ് അല്ലെ. അതായത് നമ്മൾ കാറ് പോലെയല്ല. അപ്പൊ എന്താണ് അതിൽ അത്രയും ആൾക്കാരെ എണ്ണം എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല അല്ലെ. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇരുചക്ര വാഹനത്തിൽ 4ഉം 5ഉം പേര് യാത്ര ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്? നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം അല്ലെ. 3 പേർ യാത്ര ചെയ്യുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ആള്, ഇവിടെ ഒരു വേർഡ് വിട്ടുപോയതാണ്. ഓടിക്കുന്ന ആൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഇത്തരം യാത്രകളിൽ അപകടം സംഭവിച്ചാൽ യാത്രക്കാർക്ക് വലിയ പരിക്കുകളോ മരണമോ സംഭവിക്കാൻ കാരണമായേക്കാം. അപ്പൊ ഒന്നാമത്തെ, ഇരുചക്ര വാഹനത്തിൽ 2 പേർ മാത്രം യാത്ര ചെയ്യുക. ഇൻകേസ് ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഇരിക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്നയാളും പിന്നിലിരിക്കുന്നയാളും നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ഒരാൾ എക്സ്ട്രാ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പുറകിലായിട്ട് ഇരുത്താൻ പാടില്ല അല്ലെ. അപ്പൊ ആരാണെങ്കിലും എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. കാർ ഓടിക്കുമ്പോൾ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. അടുത്തത് ലാസ്റ്റ്, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ വാഹനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ചില ആൾക്കാർ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ടാവും. നമ്മുടെ വീടിന്റെ അടുത്തോ പരിസരത്തൊക്കെ ഈ വാഹനം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് അല്ലെ. ഈ വാഹനം കാണുന്നതും ഇതിന്റെ പ്രവർത്തനം നടക്കുന്നതൊക്കെ കൗതുകത്തോടു കൂടെ നോക്കി നിൽക്കാറുണ്ട് ഇപ്പോഴും പല ആൾക്കാരും.
അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അല്ലെ, നിങ്ങളൊക്കെ ഇതുപോലെ നോക്കി നിന്നിട്ടുണ്ടാവും. അപ്പൊ ഈ യന്ത്രം എന്താ, മണ്ണുമാന്തി യന്ത്രം എന്നാണ് പറയാ കേട്ടോ, മണ്ണുമാന്തി യന്ത്രം എന്നാണ് പറയാ. ഭാരം എടുക്കാനും, അപ്പൊ മണ്ണുമാന്തി യന്ത്രം അതിനെ കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ മണ്ണുമാന്തി യന്ത്രം, ഭാരം എടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ. കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിലും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിലും ഞാൻ സഹായിക്കാറുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും. ഏത് കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. അടുത്ത ലാസ്റ്റ് പേജിൽ ചെറിയൊരു കഥയുണ്ട്, നമുക്കത് വായിക്കാം. ഒരു കുട്ടിയും ആ കുട്ടിയുടെ മുത്തശ്ശനും കൂടെ പോവാണ് കേട്ടോ. അപ്പൊ ഈ കഥ എഴുതിയിരിക്കുന്നത് CR ദാസ് ആണ്. നമുക്ക് വായിക്കാം. വഞ്ചി അക്കരെ എത്തി. കുട്ടൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി. കേളുമാമന്റെ കൈ പിടിച്ചു. കുട്ടീന്റെ പേരെന്താ, കുട്ടൻ അല്ലേ. ഇതാരാ, കേളുമാമൻ. കേളുമാമന്റെ കൈ പിടിച്ചു നടന്നു. വിശാലമായ നെൽവയൽ, എങ്ങും പച്ചപ്പ്, പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ, കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം. കുട്ടൻ കേളുമാമനോടൊത്ത് പിന്നെയും നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു. അത് എന്താണ് കുട്ടാ, കേളുമാമൻ പറഞ്ഞു. പിന്നെ അവന്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി. മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം അല്ലെ. കുട്ടനും കേളുമാമനും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നെൽവയലും അതേപോലെ തോടിന്റെ കരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പറയണത് അല്ലെ. നല്ല രസമായിരിക്കും അല്ലേ അത്. അപ്പൊ നമുക്കിവിടെ ചോദ്യങ്ങൾ എന്താ, കുട്ടനും കേളുമാമനും ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്തത്? ഓട്ടോയിലാണോ, ബസ്സിലാണോ? അല്ല, വഞ്ചിയിൽ അല്ലെ. വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. ആരുടെയാണ് ഈ കൈകൾ? ഞണ്ട്. പാടവരമ്പലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? വിശാലമായ നെൽവയൽ, എങ്ങും പച്ചപ്പ്, പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ, കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നു, വരമ്പിലെ അരികിൽ ദ്വാരത്തിൽ ഞണ്ട്, തോട്ടിൽ നീന്തി കളിക്കുന്ന മീനുകൾ. ഇതെല്ലാമാണ് കുട്ടി എന്ത് ചെയ്തത്, പാടവരമ്പിലൂടെ ഉള്ള യാത്രയിൽ കണ്ടത് അല്ലെ. അടുത്തത് ഒരു പാട്ടാണ്. കവി ONV കുറുപ്പിന്റെ 4 വരി കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമ്മാനം എന്നാണ് കവിതയുടെ പേര്. അമ്പിളി മാമന്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ എത്ര നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. എവിടേക്ക് നടത്തിയ യാത്രയെ കുറിച്ചാണ് പാട്ടിൽ പറയുന്നത്. എവിടേക്ക് നടത്തിയതാ? ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ. അമ്പിളി മാമൻ ആരാ? ചന്ദ്രൻ അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. നമ്മുടെ 7ാമത്തെ പാഠമായിരുന്നു അല്ലെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആയിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.